1858 ഫെബ്രുവരി മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ വിറകു ശേഖരിക്കാൻ 2 കൂട്ടുകാരോടൊത്ത് ഗീവ് നദിയുടെ തീരത്തെത്തിയ ബെർണാഡറ്റ് അവിടെയുള്ള ഒരു ഗുഹയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം ഗുഹയിൽ നിന്ന് പടർന്നൊഴുകുന്നു. വെളിച്ചത്തിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ രൂപം. ജപമാല ചൊല്ലാൻ സ്ത്രീ ബെർണാഡറ്റിനോട് ആവശ്യപ്പെട്ടു. ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും മടങ്ങിയിട്ടും ബെർണാഡറ്റിനെ ഗ്രോട്ടോയുടെ ഓർമ്മ മാടി വിളിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഞായറാഴ്ച അവൾ വീണ്ടും അവിടെ പോയി. ഓരോ 15 ദിവസം കൂടുമ്പോഴും അവിടെ വരണമെന്ന് ആ രൂപം ആവശ്യപ്പെട്ടു. മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ അവൾ തന്റെ നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ 1854 ഡിസംബർ 8 9-ാം പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദേവമാതാവ് അംഗീകരിച്ചു. 1858 തന്റെ ആദ്യ പ്രത്യക്ഷപ്പെടലിൽ തന്നെ കരങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്ന ജപമാല മാതാവ് ബെർണാഡറ്റിയുടെ കൈകളിലേക്ക് കൊടുത്തു. ഇത് പിന്നീടുള്ള പ്രത്യക്ഷപ്പെടലുകളിലും തുടർന്നു. സഭാധികാരികളോട് ആ സ്ഥലത്ത് ഒരു ദേവാലയം പണിയുവാനും പ്രദക്ഷിണങ്ങൾ സംഘടിപ്പിക്കുവാൻ പറയുവാനും ഒരവസരത്തിൽ മാതാവ് അവളോട് ആവശ്യപ്പെട്ടു. കൂടാതെ അവിടെയുണ്ടായിരുന്നതും മണ്ണിനടിയിൽ എവിടെയോ മറിഞ്ഞുകിടന്നതുമായ ഉറവിലെ ജലം കുടിക്കുവാനും ആ ജലത്താൽ സ്വയം കഴുകി ശുദ്ധി വരുത്തുവാനും ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ആ ഗുഹയിൽ വെച്ചുണ്ടായ രോഗശാന്തികളുടെ വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. കൂടുതൽ പ്രചരിക്കും തോറും കൂടുതൽ ജനങ്ങൾ ആ വിശുദ്ധ സ്ഥലം സന്ദർശിക്കുവാൻ കടന്നുവരാൻ തുടങ്ങി.